ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ മാത്സിൽ നിന്നും ഈ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. The fifth term of an arithmetic sequence is 42 and its eighth term is 62. ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം 42ഉം എട്ടാം പദം 62ഉമാണ്. Find the second term. What is the 14th term? Calculate the sum of first 18 terms. ശ്രേണിയുടെ രണ്ടാം പദവും 14ാം പദവും കണ്ടുപിടിക്കുക. ആദ്യത്തെ 18 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രണ്ട് ക്ലൂസ് തന്നിട്ടുണ്ട്. ആ ക്ലൂവിന്റെ അടിയിലായിട്ട് ഒരു 2-3 ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലെ ഒരു ചോദ്യം ഉറപ്പായും നമ്മുടെ എക്സാമിന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ക്ലൂസ് യൂസ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഈ തന്നിരിക്കുന്ന ക്ലൂ എങ്ങനെ ഉപയോഗപ്പെടുത്തിയാലാണ് നമുക്ക് ഈ ആൻസേഴ്സ് ഉത്തരം കിട്ടുക എന്ന് അപ്പൊ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന മെത്തേഡ്, ഇതുപോലെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യൻസ് എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, എത്ര ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എത്ര ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് മെത്തേഡ് എന്താണെന്ന് വെരി ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ തന്നിരിക്കുന്ന ക്ലൂസ് യൂസ് ചെയ്ത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ, അതായത് നമുക്ക് തന്നിട്ടുള്ള ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം ആദ്യ പദവും കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസവും നമ്മൾ ആദ്യം തന്നെ അങ്ങ് കണ്ടുപിടിക്കും. നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ് യൂസ് ചെയ്തിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതു വ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പാഠത്തിൽ നിന്നും വരുന്ന ഏതൊരു ടഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ യൂസ് ചെയ്ത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതു വ്യത്യാസവും എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ് എഴുതാം. ഫിഫ്ത്ത് ടേം അഞ്ചാം പദം എത്രയാ? 42. പിന്നീട് നമുക്ക് തന്നിട്ടുള്ളത് എയ്ത്ത് ടേം എട്ടാം പദം എത്രയാണ്? 62. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ക്ലൂസ്. ഈ ക്ലൂ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസവും കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? nth ടേമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കാണുന്നത്. nth ടേം അഥവാ എന്നാം പദത്തിന്റെ ഇക്വേഷൻ എന്താ? f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ അതാണ് എൻ. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഈ nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഫിഫ്ത്ത് ടേമിനെയും എയ്ത്ത് ടേമിനെയും, അഞ്ചാം പദത്തെ എട്ടാം പദത്തെയും എങ്ങനെ എഴുതാം? ഫിഫ്ത്ത് ടേം ഈക്വൽ ടു എഫ് നമുക്ക് അറിയില്ല, അതുപോലെ എഴുതുന്നു. എൻ എത്രയാണ്? ഇവിടെ അഞ്ചാമത്തെ പദമല്ലേ, അപ്പൊ എൻ 5 ആണ്. 5 - 1 4 ഡി ഈക്വൽ ടു ഫിഫ്ത്ത് ടേം എത്രയാ? 42. ഇനി എട്ടാം പദത്തെ നമുക്ക് ഇതുപോലെ എഴുതാം. എയ്ത്ത് ടേം ഈക്വൽ ടു എഫ് പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 8 - 1 7 ഡി ഈക്വൽ ടു 62. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിലുള്ള എക്സ്പ്രഷൻസിന്റെ വാല്യൂസ് കാണുക എങ്ങനെയാണ്? ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി, അതായത് കുറച്ചാൽ മതി. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇതിലെ എക്സ്പ്രഷൻസ്, അതായത് എഫോ ഡിയോ, ഓക്കെ, എഫിന്റെയോ ഡിന്റെയോ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുന്നത്. കാരണം എന്താണ്? ഇക്വേഷൻ 2ലാണ് വലിയ വലിയ സംഖ്യകൾ ഉള്ളത്. അതായത് ഇവിടെ 4ഉം 7ഉം ആണ്, ഇവിടെ 42 62 ആണ്. അപ്പൊ ഇവിടെ വലിയ സംഖ്യകൾ ഉള്ളത് ഇക്വേഷൻ 2ലാണ്. സോ നമ്മൾ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുന്നത്. അപ്പൊ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ 2 എഴുതാം. എഫ് പ്ലസ് 7d ഈക്വൽ ടു 62 മൈനസ് എഫ് പ്ലസ് 4d ഈക്വൽ ടു 42. എങ്ങനെയാണ് ഇത് സബ്ട്രാക്ട് ചെയ്യുക? എഫ് മൈനസ് എഫ് എന്താ? എഫിൽ നിന്ന് എഫ് പോയാൽ 0 പ്ലസ് 7 മൈനസ് 4 7d മൈനസ് 4d എത്രയാ? 3d ഈക്വൽ ടു 62ൽ നിന്നും 42 പോയാൽ 20. ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3d ഈക്വൽ ടു 20. ഇതിൽ നിന്നും നമുക്ക് d കണ്ടുപിടിച്ചൂടെ? 3 ഈ സൈഡിലേക്ക് പോകും. 20/3. 20ൽ 3 പോവുമോ? ഇല്ല.
20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ അഥവാ ഡെസിമൽ പോയിന്റ് വരും. അതുകൊണ്ട് നമ്മൾ 20/3 അതുപോലെ എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം കിട്ടി 20/3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ 1ലോ 2ലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിന്റെ സ്ഥാനത്ത് 20/3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. എഫ് പ്ലസ് 4d = 42. എഫ് അതുപോലെ എഴുതുന്നു 4 ഇൻറ്റു ഡി എത്രയാ? 20/3 = 42. ഇനി എഫ് 4 × 20 എത്രയാണ്? 80/3 = 42. നമുക്ക് എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എഫിനെ അവിടെ നിർത്തുന്നു. ഈ പ്ലസ് 80/3 ഈ സൈഡിലേക്ക് വരുന്നു. അപ്പൊ എന്ത് വരും? 42 മൈനസ് 80/3. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക. അതായത് 42 നമ്മളിവിടെ 1 എന്നിട്ട് കൊടുക്കുന്നു. കാരണം ഇവിടെ ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 എന്നിട്ട് കൊടുക്കുന്നു. മൈനസ് 80/3. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 42 × 3 ചെയ്യും, മൈനസ് 80 × 1 ചെയ്യും, ഹോൾ ഡിവൈഡഡ് ബൈ 1 × 3. അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 42 × 3. ഓക്കെ, ആദ്യം ഇങ്ങോട്ടൊരു ക്രോസ്, മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ടു. ഇനി 80 × 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 × 3. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി 42 × 3 എത്രയാണ്? 42 ഗുണിക്കണം 3 ചെയ്താൽ നമുക്ക് 126 എന്ന് കിട്ടും. 80 ഗുണിക്കണം 1 80 തന്നെ. 1 × 3 3. ഇനി 126ൽ നിന്നും 80 പോയാൽ എത്രയാണ്? 46 ഹരിക്കണം 3. ഓക്കെ, അതായത് 46ൽ 3 പോവില്ല. അതുകൊണ്ട് നമ്മൾ 46 ഹരിക്കണം 3 അതുപോലെ എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 20/3 ആണെന്നും കിട്ടി. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 46/3 ആണെന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം ആദ്യ പദവും പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്ന ഏതൊരു ചോദ്യവും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നോക്കിയാലോ? ആദ്യത്തെ ചോദ്യം ഏതാ? സെക്കൻഡ് ടേം, രണ്ടാം പദം കാണാൻ. സെക്കൻഡ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. ഓക്കെ, എഫ് എത്രയാണ്? 46/3 പ്ലസ് n - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. n 2 ആണ്. അപ്പൊ 2 - 1 എത്രയാ? 1 തന്നെയാണ്. ഇൻറ്റു ഡി എത്രയാ? 20/3. ഇനി 46ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? ഇവിടെ രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് എന്താണ്? സെയിം ആണ്, 3 ആണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 46 + 20 എത്രയാണ്? 66 ഹരിക്കണം 3. 66 ഹരിക്കണം 3 22. അതായത് സെക്കൻഡ് ടേം എത്രയാണ്? 22 ആണ്. എഫും ഡിയും നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിച്ചില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം 14th ടേം. അതും നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. 14th ടേം = എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇതാണ് ഇക്വേഷൻ. എഫ് എത്രയാ? 46/3. n - 1 എന്ന് പറഞ്ഞാൽ 14ൽ നിന്നും 1 പോയാൽ 13 ഗുണിക്കണം ഡി എത്രയാണ്? 20/3. ഓക്കെ, ഇനി 46/3 പ്ലസ് 13 × 20 എത്രയാണ്? ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 260 എന്ന് കിട്ടും. 260/3. ഇനി 46ഉം 260ഉം കൂട്ടിക്കഴിഞ്ഞാൽ 306 ഹരിക്കണം 3. 306നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 102 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 14ാമത്തെ പദം 102 ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 18 ടേംസ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 18 ടേംസ്. ആദ്യത്തെ 18 പദങ്ങളുടെ തുക. ഇക്വേഷൻ നമുക്കറിയാം. സം ഓഫ് ഫസ്റ്റ് 18 ടേംസ് കാണാൻ, സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു ഡി. ഓക്കെ, ഇനി n എത്രയാണ് ഇവിടെ? 18 ടേംസ്. ആദ്യത്തെ 18 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ n എന്ന് പറയുന്നത് 18 ആണ്. 18 ഹരിക്കണം 2 9.
18ന്റെ പകുതി എത്രയാ 9 ഇൻറ്റു 2f എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 46/3 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 18ൽ നിന്നും 1 പോയാൽ എത്രയാ 17 ഗുണിക്കണം ഡി എത്രയാണ് കോമൺ ഡിഫറൻസ് 20/3. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. ഈക്വൽ ടു 9 ഗുണിക്കണം. ഇനി 2 ഇൻറ്റു 46 എത്രയാണ് 92 ഹരിക്കണം 3 പ്ലസ് 17 ഗുണിക്കണം 20 എത്രയാണ് 340 ആണ്. 340 ഹരിക്കണം 3. ഓക്കെ, ഇനി 9 ഗുണിക്കണം 92 340 നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. കാരണം എന്താണ്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. 92 പ്ലസ് 340 എത്രയാണ് 340 കൂടെ 92 കൂടെ ആഡ് ചെയ്താൽ 432 ഹരിക്കണം 3 ഈക്വൽ ടു 9 ഇൻറ്റു 432 ഹരിക്കണം 3 ചെയ്താൽ 144 എന്ന് കിട്ടും. 9 ഗുണിക്കണം 144 എത്രയാണ് 1296. അതായത് ആദ്യത്തെ 18 പദങ്ങളുടെ തുക എത്രയാണ് 1296 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം വരുന്നുണ്ട്. ഗുണനം അറിയാത്തവർക്കായിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഗുണിക്കുക, ഓക്കെ, എങ്ങനെയാണ് ഈസി ആയിട്ട് ഗുണിക്കുക എന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രോബ്ലത്തിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഗുണിച്ച് ചെയ്തിട്ടാണ് പോവേണ്ടത് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഗുണനം കൂടെ എന്ത് ചെയ്യാം, ചോദ്യത്തിന്റെ ഇടയിലായിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When each side of a square was reduced by 2 centimeters to make a smaller square, its area became 81 square centimeters. What was the length of a side of the original square? ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 സെന്റിമീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 81 ചതുരശ്ര സെന്റിമീറ്റർ ആയി. ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? അതായത് ഇവിടെ 2 സമചതുരങ്ങൾ അഥവാ സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. എന്താണ് സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുന്നത്? 4 സൈഡും തുല്യമായിട്ടുള്ളവയാണ് നമ്മൾ സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചെറിയ സ്ക്വയറും ഉണ്ട്. ഇവയുടെ രണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു സമചതുരത്തിന്റെ വശങ്ങളെ നമുക്ക് സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ഈ ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ നീളത്തിനോട് 2 സെന്റിമീറ്റർ കുറച്ചിട്ടാണ് ഈ ഒരു ചെറിയ സമചതുരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് എക്സിന്റെ കൂടെ 2 സെന്റിമീറ്റർ കുറച്ചിട്ടാണ് ഈ ഒരു സമചതുരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് 81 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം അഥവാ സൈഡ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ചെറിയ സമചതുരത്തിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഒരു സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് സ്ക്വയർ അഥവാ വശങ്ങളുടെ നീളത്തിന്റെ വർഗം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ലെങ്ത് സ്ക്വയർ അഥവാ വശങ്ങളുടെ നീളത്തിന്റെ വർഗം എന്ന് എഴുതുന്നു. ഇതിൽ നിന്നും L അഥവാ ഒരു സൈഡ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ടായി റൂട്ട് 81 എത്രയാ 9 സെന്റിമീറ്റർ. അതായത് ഈ ഒരു ചെറിയ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ലെങ്ത് നമുക്ക് കിട്ടി എത്രയാണ് 9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x-2 എന്നത് 9 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x അല്ലേ? സോ എക്സിനെ അവിടെ നിർത്തി -2നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 9, ഈ -2 ഈ സൈഡിലേക്ക് വരുമ്പോൾ +2, 9 + 2 എത്രയാ 11 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ വലിയ സമചതുരത്തിന്റെ ലെങ്ത് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ അഥവാ വശങ്ങളുടെ നീളം 11 സെന്റിമീറ്റർ ആണ്. ഈ ചെറിയ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് ഓഫ് സൈഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഉത്തരം 11. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n + 2. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n + 2 ആണ്. ഈ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം an + b എന്ന ഫോർമാറ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും ഈസി ആയിട്ട് എങ്ങനെയാണ് കോമൺ ഡിഫറൻസും അഥവാ പൊതുവ്യത്യാസവും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിക്കുക? ഈ എന്നിന്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഓക്കെ, അതായത് ഈ ഒരു ആൾജിബ്രായിക് ഫോമിന്റെ കോമൺ ഡിഫറൻസ് a ആണ്. ഇനി ഫസ്റ്റ് ടേം എങ്ങനെയാണ് കാണുക?
n ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്താ a പ്ലസ് ബി. ഇതാണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 5n പ്ലസ് 2. അങ്ങനെയെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയായിരിക്കും? n-ന്റെ കൂടെയുള്ള സംഖ്യ 5. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്തായിരിക്കും? n ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്താ? 5 പ്ലസ് 2 എത്രയാ? 7. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 7 ആണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 9ാമത്തെ ചോദ്യം മുതൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.